അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അതുപോലെ തന്നെ എനിക്കും സുഖം തന്നെ. ഇന്ന് ഞാൻ രണ്ടാമതും കൂടി അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. കുറച്ചധികം ഓർഡർ ഉണ്ട്. അതുകൊണ്ട് ഫസ്റ്റ് തന്നെ ഇതാ ചെമ്പ് നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാനിതാ വെള്ളെണ്ണയാണ് ഒഴിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് കടുക് ഇടുന്നുണ്ട്. കടുക് നന്നായി പൊട്ടി അതിലേക്ക് ഞാനിതാ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പ് ഇതെല്ലാം കൂടി ഒന്നിച്ചിടുന്നുണ്ട്. കറിവേപ്പ് കുറച്ചധികം തന്നെ ഉണ്ട്. എൻ്റെ നല്ല ഇവിടുന്ന് തന്നെ പറിച്ച കറിവേപ്പാണ്, കടയിൽ നിന്ന് കൊണ്ടുവന്നതൊന്നല്ല. നല്ല ഫ്രഷ് കറിവേപ്പ്. നല്ലോണം ഒന്നിത് ആടട്ട്, നല്ലോണം ഒന്ന് ആടട്ട്. 1 കിലോ മുളക് പൊടിയാണിത്. അല്ല, കാശ്മീരി മുളകാണ് 1 കിലോ. നൂറ് ഉലുവാപ്പൊടി, 2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇടണം. കുറച്ച് ഉപ്പ് ഇടാം. നന്നായി നമുക്കിത് ഇളക്കാം. ഇതിലേക്ക് ഞാൻ ഒരു കുപ്പി സുർക്ക കൂട്ടുന്നുണ്ട്. നന്നായി ഒന്ന് ഇതിലേക്ക് ഞാൻ തിളപ്പിച്ച് വെച്ച വെള്ളം കൂട്ടുന്നുണ്ട്. തിളപ്പിച്ച വെള്ളമാണ്. നന്നായി ഇത് കുറുകി വരണം. തിളച്ചൊന്ന് കുറുകട്ടെ. തിളച്ചൊന്ന് കുറുകിയതിന് ശേഷം നമുക്ക് കാണാം. 10 കിലോ നാരങ്ങ മുറിച്ച് വെച്ചിട്ടുണ്ട്, ഉപ്പിട്ടിട്ട് വെച്ചിട്ടുണ്ട്. അത് 2 ദിവസം കഴിഞ്ഞിട്ട് എടുക്കും. അങ്ങനെ നമ്മൾ നാരങ്ങ ഇതാ 20 കിലോ നാരങ്ങയാണ്. പിന്നെ വേറെയുണ്ട് 10 കിലോ മുറിച്ച് വെച്ചിട്ടുണ്ട്. നന്നായി ഒന്ന് ഇത് ഇളക്കണം. ഇതൊന്ന് കുറുകി വരട്ട്. കുറുകി വന്നിട്ടാകുമ്പോൾ കുറച്ച് വെള്ളം കുറഞ്ഞ് കിട്ടും നമുക്ക്. നല്ലോണം വേവണം, എന്നാലേ നല്ല രസം ഉണ്ടാവും സാർ. അങ്ങനെ ഞാൻ ഇതാ കായപ്പൊടി ഇടുന്നുണ്ട്,
അങ്ങനെ ഇത് നിറച്ചുണ്ടായതുകൊണ്ട് ഇതാ പകുതി ഞാൻ മാറ്റുന്നുണ്ട് പാത്രത്തിലേക്ക്. ഇനി മാറ്റിയതിന് ശേഷം കാണാം നമുക്ക്. രണ്ടിലും കൂടി ഇടുന്നുണ്ട്. നല്ലോണം നാരങ്ങായതുകൊണ്ട് പകുതി പകുതി പാത്രത്തിലാക്കി. 20 കിലോനായില്ലേ. പിന്നെ ഇന്നുകൊണ്ട് നല്ലോണം മുറിച്ച് വെച്ചത് അത് കാട്ടിക്കാം. നമ്മളെ അച്ചാറെല്ലാം അങ്ങനെ റെഡിയായി. 2 പാത്രത്തിലാക്കിയിട്ട് അച്ചാറയുടെ റെഡിയായി. പിന്നെ എൻ്റെ വീഡിയോ എല്ലാം കാണണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണം. ലൈക്ക് ഇടണം, കമൻറ്റ് ഇടണം, ഷെയറാക്കി കൊടുക്കണം. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരാം. അസ്സലാമു അലൈക്കും. അങ്ങനെ നമ്മളെ അച്ചാറിടെ റെഡിയായി. അങ്ങനെ നമ്മളെ അച്ചാറെല്ലാം ഇവിടെ റെഡിയായി. 2 പാത്രത്തിൽ ഇതാ അച്ചാർ റെഡിയായി. പിന്നെ എൻ്റെ വീഡിയോ എല്ലാം കാണണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണം. കമൻറ്റ് ഇടണം, ലൈക്ക് ഇടണം, പിന്നെ ഷെയറാക്കി കൊടുക്കണം. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. അസ്സലാമു അലൈക്കും.